ഹായ് പ്രണവ് മോംസ്ലോ ആണ്. ഇന്ന് മോംസ്ലോ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് വന്നത് കേൽസിലാണ്. ഓഫ് കോഴ്സ് ഞങ്ങൾ ഈ വീഡിയോ എല്ലാം റിലേറ്റ് ചെയ്യണത് ഇവൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് വെഡ്ഡിങ് കോർപ്പറേറ്റ് ഇവൻറ്റ്സ് അതാണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പം അതിലെ എല്ലാ വീഡിയോസും ഞങ്ങൾ ക്ലയൻസും ബാക്കി ഞങ്ങൾ ഫോളോവേഴ്സും എല്ലാവരും ചോദിക്കാറുള്ളത് എപ്പോഴും ഫുൾ വീഡിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാറുണ്ട്. ലൈക്ക് അത് കണ്ടാൽ ഭയങ്കരമായിട്ടുണ്ട്. ഫസ്റ്റ് മുതൽ അത് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുമോ, എന്തൊക്കെയാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക, എങ്ങനെ നിങ്ങൾ ഇത്ര വലിയ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനൊക്കെ പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇപ്പം എല്ലാ വീഡിയോസും ചെയ്യാറ്. പ്ലസ് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള കോണ്ടൻറ്റ് ലൈക്ക് ഇനി വെഡ്ഡിങ് വരുന്ന ആൾക്കാരും അതേപോലെ വെഡ്ഡിങ്ങിൻ ഇവൻറ്റ് പ്ലാനിങ് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്നുള്ളത് കെഹിൽസ് ഹെറിറ്റേജിലാണ് ഉള്ളത്. കെഹിൽസ് ഹെറിറ്റേജിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ഞങ്ങൾ കൂടുതൽ പ്രൊജക്റ്റ് അവിടെ ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാം കൊണ്ടും ക്ലയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വെന്യൂ ആണ്. ലൈക്ക് ഔട്ട്ഡോർ ഉണ്ട്, ഇൻഡോർ ഉണ്ട്. നമുക്ക് ഏകദേശം 3000 ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ്. ഇന്ന് ഞങ്ങൾ വന്നത് ഒരു നിക്കാഹ് സെറമണിയാണ്. അത് സാധാ ചെയ്യുന്നതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തത്. ക്ലയൻറ്റ് അവർക്ക് അവരുടേതായ കുറച്ച് റിലീജിയസ് ആസ്പെക്റ്റിൽ ഫോളോ ചെയ്തിട്ടുള്ള രീതിയിലുള്ളൊരു വെഡ്ഡിങ്ങാണ് ഞങ്ങൾ ചെയ്യണത്. കാരണം ജെൻസിൻ്റെ ഏരിയ സെപ്പറേറ്റ് ആണ്, ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഈവൻ ഫുഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ആ രീതിയിൽ അത് ഭയങ്കര കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യില്ല, പക്ഷേ അവരത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇപ്പം വോക്കും കാര്യങ്ങളും ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ ഫുള്ളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലേഡീസിനൊരു സെപ്പറേറ്റ് ഏരിയ, ആ ഏരിയ ആണ്, അതാണ് ഫ്രഞ്ച് ഓഡിറ്റോറിയം. ആ ഏരിയ ഫുള്ളും ഫ്രഞ്ച് ഓഡിറ്റോറിയം, അവിടെ ഫുള്ളും ലേഡീസ്. ഈ ഏരിയ ടൈൽസ് ഫാക്ടറിയാണ്. ഇത് ഫുള്ളും ജെൻസാണ്. ജെൻസിന് ഏകദേശം നമ്മളിന്ന് ടോട്ടൽ പാക്സ് വരുന്നത് ഒരു 3500 ആൾക്കാർ പ്രോഗ്രാമിന് ഉണ്ട്. അപ്പം അതിൻ്റെ ഓരോ ഡീറ്റെയിലും കാര്യങ്ങളും ഇതൊക്കെ ഭയങ്കര കാസ്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നില്ല. അവർക്ക് കുറച്ചും കൂടി കംഫർട്ടായത് ലെഡീസിൻ്റെ ഏരിയ, ലേഡീസിൻ്റെ ഏരിയ. ക്ലയൻറ്റ് എന്താണ് പറയുന്നത് അത് വേണം ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ. അപ്പം ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഫുള്ള് പ്ലാൻ ചെയ്ത്. പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു വെൽക്കം ഏരിയ, അതൊന്നും ഫിനിഷ് ആയിട്ടില്ല, ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഫുള്ളും ഫിനിഷ് ചെയ്യാനുണ്ട്. നമ്മൾ മെയിൻ ക്ലയൻസ് ഇവിടെ ആയിരിക്കും നിൽക്കുക. അവരെ ഗസ്റ്റിനെ വെൽക്കമിങ് ചെയ്യുന്ന ഏരിയ ഇതാണ്. അപ്പം ആ ബാക്ക്ഗ്രൗണ്ട് നമ്മളെപ്പോഴും ഒരു സെൽഫി പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് സെൽഫി പോയിൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടുന്ന് നിൽക്കുമ്പം ഇവരെ ബാക്ക്ഗ്രൗണ്ട് നേരെ ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങളൊരു ഡ്രൈപ്പ് ചെയ്ത വൈറ്റ് ക്ലോത്തിലുള്ള ഒരു ഡെക്കോർ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഫോട്ടോ ബൂത്തായിട്ട് യൂസ് ചെയ്യാം. മെയിൻ ക്ലയൻസ് അവിടെ നിന്ന് അവരെ ഗസ്റ്റിനെ വെൽക്കമിങ് ചെയ്യുമ്പം ബാക്കിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു നെയിം ബോർഡ് ഇവിടെ ഉണ്ട്, ഒരു ഫ്ലെക്സിൻ്റെ നെയിം ബോർഡ് ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ ഒരു വെൽക്കം ഗേറ്റ് 2, സെക്കൻഡ് വെൽക്കം ഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഫിനിഷ് അല്ല, ഇന്നും ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഏരിയയിൽ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കൗണ്ടർ, നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ക്രൗഡിനെ മാനേജ് ചെയ്യാനുള്ള വെൽക്കം ഡ്രിങ്ക് കൗണ്ടർ പ്ലസ് അതിൻ്റെ ഹോസ്റ്റിംഗ് ബോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഇപ്പോഴും വർക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത സ്റ്റേജ് ഇവിടെ ആയിരിക്കും. കംപ്ലീറ്റ് ജെൻസ് ഫുള്ളും നമ്മൾ ഇവിടെ ആയിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്. പ്ലസ് നമ്മളെ പാത്വേ ഡെക്കോസ് ഇതൊക്കെ ഇനി അറേഞ്ച് ചെയ്ത് ഇത് കറക്റ്റ് പ്ലേസ് ചെയ്ത് വെക്കാനുണ്ട്. ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ഇപ്പം റോങ് ആണ്, കുറച്ചും കൂടി ഉള്ളോട്ട് വരും. ഇവിടെ നല്ലൊരു ഫ്രീ സ്പേസിലായിരിക്കും കാര്യങ്ങൾ കിട്ടുക. പ്ലസ് ബാക്കിൽ കാണുന്ന സ്റ്റേജ്, ഈ വാൾപേപ്പർ നമ്മളെ ഗ്രൂമിൻ്റെ കോസ്റ്റ്യൂമിന് മാച്ച് ആക്കിയ സെയിം വാൾപേപ്പറാണ് അതിൻ്റെ സെൻറ്ററിൽ വരിക. അപ്പം ആൾ സെൻറ്ററിൽ ഇരിക്കുമ്പം അത് ഭയങ്കര ക്ലാസി ആയിട്ട് മാച്ച് ആവും. ഗ്രൂമിന് വേണ്ടി ചെയ്തതാണ്. ഇനി നമുക്ക് ഫുഡിൻ്റെ കംപ്ലീറ്റ് ഏരിയ ഒക്കെ ഒന്ന് കാണാം. കമാ. പിന്നെ ഇതാണ് കെയിൽസിൻ്റെ ഡൈനിങ് ഏരിയ. ഈ ഏരിയയിൽ നമ്മൾ കംപ്ലീറ്റ് ഇവിടെ ജെൻസിനെ ഒക്യുപ്പൈ ചെയ്യണം. ഒരു 2 ഇസ്ലാമിക് കൗണ്ടർ, നിയർലി നമുക്കൊരു 120 പാക്സ് ആൾക്കാർക്ക് ഇവിടെ ഇരുത്തിക്കാം. ബാക്കി ഈ ഏരിയ ഫുള്ളും നമ്മൾ ബുഫേ കൗണ്ടർ, സാലഡ് സ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഫുള്ളും ചെയ്യും. മാക്സിമം എത്രത്തോളം ചെയർസ് കിട്ടാൻ പറ്റുമോ അത്രത്തോളം ചെയർസ് ഇവിടെ ഒക്യുപ്പൈ ചെയ്യും. അത് സെറ്റായിക്കൊണ്ടിരിക്കണുള്ളൂ. ഇസ്ലാമിക്കിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ ഈ ഏരിയ സെക്കൻഡ് ഏരിയ വരുന്നത് ഫുള്ളും ലേഡീസിനുള്ള ഏരിയ വരുന്നത്. ആ ഏരിയ ഫുള്ളും ലേഡീസിൻ്റെ കൗണ്ടേഴ്സാണ്. ഇത് കണക്ഷൻ കഴിഞ്ഞിട്ടില്ല, ഇതിനി നീക്കാനുണ്ട്. അതേപോലെ ഈ രീതിയിലോട്ട് നമ്മൾ ഇത് നീക്കും. അപ്പം വീണ്ടും നമുക്ക് സ്പേസ് ഇവിടെ ഇനിയും വരാനുണ്ട്. ഇത് കണക്ഷൻ കൊടുത്തതിന് കണക്ഷൻ കൊടുത്തിട്ട് ഇത് വൈഡാക്കും. ഒരു ചെയർ നമ്മൾ എന്തായാലും മാറ്റിയിട്ടേ വെക്കുള്ളൂ. സ്ട്രോങ് ചെയർസാണ് സാറേ. നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിലും ലോഡ് താങ്ങാൻ പറ്റുന്ന ചെയർസാണ്. ഇത് അപ് ടു നമുക്കൊരു 40 ചെയർസ് ഇവിടെ ഉണ്ട്.
അറ്റ് എ ടൈം നമുക്കൊരു 40 പേർക്ക് ഇവിടെ ഇരിക്കാം. അത് ഞങ്ങൾ എല്ലാം ഞങ്ങൾ കൊണ്ടുവരണം സാർ. ഇത് ശരിക്കും സാർ ഓഡിറ്റോറിയം പ്ലെയിൻ ആയിട്ടുണ്ടാവും. ഇത് സാർ ഒരു പ്ലെയിൻ സ്റ്റേജ്, അത് നമ്മൾ ഈ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യണത് സ്റ്റേജ്, AC, ചെയർസ്, സെക്യൂരിറ്റീസ് ഫുൾ അവർ തരും, അത് ചെയ്യും. ബാക്കി A to Z കാര്യങ്ങൾ നമ്മൾ വേണം ചെയ്യാൻ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതെ, യെസ്, അതിനെല്ലാം സ്റ്റാഫും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരു 3 പേരെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സാർ നമ്മൾ ഈ ഫുൾ ഏരിയയിലേക്ക് ജെൻസിന് ഉദ്ദേശിക്കും. ഈ 3 ഏരിയ ലേഡീസിന്, ഇത് ടോട്ടൽ 50 3 സാർ. ഇതിപ്പം 3 ലേഡീസിന് ഇവിടെ. അവർക്ക് ബുഫേന്റെ കൗണ്ടർ നമുക്കൊരു ഓപ്ഷൻ ഇവിടെ ബുഫേ കൗണ്ടർ കൊടുക്കാം, ഒറ്റ കൗണ്ടർ. പ്ലസ് ബാക്കി ആൾക്കാർ കൂടിയ ചെയർസ് വേണമെങ്കിൽ അവിടെ, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ബുഫേ കൗണ്ടർ അടക്കം അവിടെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്നാ പിന്നെ അല്ല, ഇവിടെ ചെയ്യണതിന് ഒരു കുഴപ്പമില്ല, അവിടെ ചെയ്യാം. അവിടെ ഒരു കൗണ്ടർ ഇട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലേക്ക് ആൾക്കാർക്ക് ഇരിക്കും ചെയ്യാം. പ്ലസ് സാർ അവിടും ആൾക്കാർക്ക് ഇരിക്കാൻ കൊടുക്കാം. പിന്നെ ഡെസേർട്ട് അങ്ങോട്ട് പോകുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ സാർ ഈ ഏരിയയിൽ മാക്സിമം ഫില്ല് ചെയ്യാം. പിന്നെ സാർ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഏരിയ 2 ഇസ്ലാമിക്, ഇവിടെ നമ്മൾ ബുഫേ. ഇതിൽ മാക്സിമം എത്രത്തോളം ചെയർസ് ഫില്ല് ചെയ്യാൻ പറ്റും, ചെയർസ് ഫില്ല് ചെയ്യാം. ഇതിൽ ഒരു കൗണ്ടർ തന്നെ ധാരാളം വരും സാർ, ധാരാളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. കാരണം എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ ഇത് എല്ലാം ഓപ്പണാണ്. അപ്പം സാർ അവിടെ 150, ഇവിടെ 50, ഒരു 200 250 ആയി. പ്ലസ് എക്സ്ട്രാ ഒരു 350 നമുക്ക് എന്തായാലും കൊടുക്കാം. 400 എത്തുമല്ലോ സാർ, 350 എന്തായാലും. ഇത് 50 അല്ല, ഇത് 50ന്റെ മുകളിലുണ്ട്. അതെ, ബാക്കി ഇതിലേക്കും വരാം. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എൻ്റെ സ്റ്റാഫുകളുണ്ട്, ബോയ്സ് എൻ്റെ ഹോസ്പിറ്റാലിറ്റി, എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം എന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ബ്രീഫിംഗ്, അത് എല്ലാ ഇവന്റ് മാനേജ്മെന്റിലും കമ്പൽസറി ആയിട്ട് ചെയ്യണ കാര്യമാണ്, കമ്പൽസറി ആയിട്ട് ചെയ്യും വേണം. സോ ഗുഡ് ഈവനിങ്. കുറച്ച് ഉറക്കണം പറയും. ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഓവർ ഹ്യൂജ് റഷ് അല്ല, ഒരു 3000 ആൾക്കാർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ ഒരിക്കലും മിക്സ് ആയിട്ട് ആൾക്കാർ വേണ്ട. ലേഡീസിന്റെ ഏരിയ ലേഡീസിനെ, ജെന്റ്സ് ലേഡീസിനെ കാണാത്തതാണ് ഇവരുടെ കോൺസെപ്റ്റ്. അപ്പം ആ രീതിയിൽ തന്നെ അവർക്ക് ചെയ്യാം. വെൽക്കം ഡ്രിങ്ക് സെർവ് ചെയ്യാണ്ട് 4 ഗേൾസ് ഉണ്ടാവും. അവര് വെൽക്കം ഡ്രിങ്ക് സെർവ് ചെയ്യാം. ആ കൂട്ടത്തില് ചേച്ചിമാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്യാനാണ് ഡ്രിങ്ക് സെർവ്. ലേഡീസിന്റെ ഏരിയ കംപ്ലീറ്റ് ലേഡീസ് നോക്കണം. വെൽക്കം ഡ്രിങ്കിന്റെ ഏരിയ, ബാക്കി സെർവ് ചെയ്യുന്ന ഏരിയയിൽ നിങ്ങളായിരിക്കും ഫസ്റ്റ് കൗണ്ടറിന്റെ ഉള്ളിൽ നിങ്ങളായിരിക്കും. ഫില്ലിങ് ബാക്കിയുള്ള A to Z കാര്യങ്ങൾ ബോയ്സ്. അപ്പം സെർവിങ് നിങ്ങളായിരിക്കും, ഉള്ളത് ക്ലീനിങ് നിങ്ങളായിരിക്കും. ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഫസ്റ്റത്തെ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഡൈനിങ് ഏരിയ പ്ലസ് ആ ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ജെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്ത്, ലേഡീസ് ഉണ്ടാവും. ലേഡീസിന് പിന്നെ ഈ ഫസ്റ്റ് റൗണ്ട് ഫുൾ, കാരണം ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ജെന്റ്സ് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ആ ജെന്റ്സ് ഇരുന്നതിന് ശേഷം മാത്രമേ ലേഡീസിനെ നമ്മൾ ഇതാക്കുള്ളൂ. അത് അവിടെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിട്ട് നമ്മൾ അതിനുശേഷം മാത്രം അവർ ഇൻവൈറ്റ് ചെയ്യുള്ളൂ. അതിപ്പോ ഗസ്റ്റ് ഞങ്ങളുടെ തീരുമാനമല്ല, ഗസ്റ്റിന്റെ തീരുമാനമാണ്. അപ്പൊ ഒരു കാരണവശാലും ഫസ്റ്റത്തെ റൗണ്ടിൽ ലേഡീസ് ഇരിക്കില്ല. ഈ ഏരിയ ജെന്റ്സ്, ആ ഏരിയ ജെന്റ്സ് ഉണ്ടാവും. ആ അറ്റത്തെ ഡോർ നമ്മൾ ക്ലോസ് ചെയ്യണം. കാരണം ജെന്റ്സ് അത് കൂടെ പോവരുത് എന്നുള്ള ഒറ്റ റീസൺ ആയതുകൊണ്ട് ആ ഏരിയ കറക്റ്റ് ക്ലോസ് ചെയ്യണം. അതൊരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം. പിന്നെ രണ്ടാമത്, ഞാൻ ഇതിന് മുമ്പ് കൂടുതൽ സ്ഥലത്ത് ഇവന്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോയ്സിന്റെ ഇതിന്ന് ഒരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഞങ്ങൾക്ക് വന്ന എക്സ്പീരിയൻസ് പറയാം. ഇതിന് മുമ്പ് ഞങ്ങൾ ഒരു 8 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾക്ക് ലേഡീസിന്റെ ഭാഗത്ത് ഭയങ്കരമായിട്ട് ലാഗായി. ലേഡീസ് പ്രോപ്പർ ആയിട്ട് ചെയ്യല്ല, പ്രോപ്പർ ക്ലീനിങ് ചെയ്യല്ല, കഴിഞ്ഞിട്ട് വേണമെന്ന് ചോദിക്കല്ല, ചൂട് മെയിൻറ്റെയിനിങ് ആയോ എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്ന കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഇന്നത്തെ പ്രോഗ്രാം, കാരണം ഈ ഓഡിറ്റോറിയത്തിൽ ഏറ്റവും കൂടുതൽ ഇവന്റ് ചെയ്യണത് ഞങ്ങളാണ്. അതിൽ അവാർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഇവന്റും ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി കൊടുക്കുന്നത് നമ്മളെ ഫോമാണ്, മോംഫ്ലോ ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പം ഇന്ന് നിങ്ങളെ നമ്മൾ ഹയർ ചെയ്യണതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നെഗറ്റീവ് വരാൻ പാടില്ല. നിങ്ങളെ ഭാഗത്തു നിന്നില്ല ആൾക്കാർ എല്ലാവരും പ്രോമിസ് ഞങ്ങൾക്ക് തരണം. പറയാനുള്ളൂ, ക്യാപ്റ്റന്മാർ ബെസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം. ബാക്കി സർവീസ് ചെയ്യണ ഹോസ്പിറ്റാലിറ്റി മെയിൻ ആൾക്കാരോട് പറയുന്നത് ഒരു നെഗറ്റീവ് വരരുത്. ആ പ്രോമിസ് നിങ്ങൾ എല്ലാവരും തരണം. റൂം അങ്ങോട്ട് വരുള്ളൂ. നിങ്ങൾ ആ ഏരിയ കൺട്രോൾ ചെയ്യാം. ഫ്രഞ്ച് ഹോൾ എനിക്ക് ബ്രൈഡിന് കൊടുക്കണം.
അത് മാത്രമേ ഉള്ളൂ. ബാക്കി നീറ്റിൽ സെർവ് ചെയ്യാൻ തന്നെ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചുറ്റുമാരുണ്ടാവും. അവരോട് പറയാം കറക്റ്റ് സാധനം കിട്ടണം. വെൽക്കം ഡ്രിങ്കോ ഗ്ലാസ് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പറഞ്ഞു ഒരു ലാഗ് ആകും. ഇവിടെ എന്താ വെച്ചാൽ കാര്യങ്ങൾ ഫുള്ള് നിങ്ങൾ നോക്കിയോ. നിങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷനില്ല. ഞങ്ങൾക്ക് വെച്ചാൽ ഫുഡിൻ്റെ ഏരിയ നോക്കേണ്ടി വരും. ജെൻസ് വരുന്ന ഏരിയ ഒന്ന് കറക്റ്റ് മാനേജ് ചെയ്യുക. ഒരു കാരണവശാലും ലേഡീസിൻ്റെ ഉള്ള അലൗഡ് അല്ല. ഓരോ രീതിയിൽ ഒരു പറഞ്ഞത്. അപ്പോൾ സപ്പോസ് ലേഡീസ് വരാണെങ്കിൽ ബ്രോ നേരെ അവിടേക്ക് ഫ്രഞ്ച് ഓഡിറ്റോറിയത്തിലേക്ക്. പിന്നെ ഗ്രൂം അവിടെ ബ്ലാക്ക് സ്യൂട്ട് ഇട്ട ആളാണ്. ബ്ലാക്ക് സ്യൂട്ടല്ല മറ്റേ പാർട്ടി വെയർ ഇട്ട ആളാണ് അവിടെ നിന്ന് കാണുന്നുണ്ട്. ഗ്രൂം എത്തി, എല്ലാവരും എത്തി. അപ്പം ഒരു കാരണവശാലും ഇവിടെ ആൾ വരുമ്പോൾ ആൾക്ക് ആകപ്പാടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ആൾ വരുമ്പോൾ ഇവിടെ കാലി ആവണം നല്ലൊരു ആഗ്രഹമുണ്ട്. വേറെ ഒന്നും എനിക്കൊരു ഇതില്ല. ആളൊരു തീം പോലെ തന്നെയാണ് ഫുള്ള് സെറ്റ് ചെയ്തപ്പം ആൾ പറഞ്ഞ കാര്യം ഇവിടെ പാത്ത് വേ ക്ലിയർ ആവണം. ഒരു കാരണവശാലും റഷ് ഉണ്ടാവരുത്, അത് മാത്രം. പിന്നെ ബ്രോ ഈ ക്രൗഡിനെ ഫുള്ളൊന്ന് ഇരുത്തിച്ചാൽ ആ കാര്യങ്ങൾ. പിന്നെ നിൽക്കാൻ കഴിഞ്ഞാൽ ബ്രോ ഇത് ഫുള്ള് ക്ലിയർ ചെയ്യുന്നതൊക്കെ ഒന്ന് ആ കോർണറിലേക്ക് വെക്കണം. പകരം ആ കോർണറിലേക്ക് വെച്ചാൽ കറക്റ്റായിരിക്കും. ഈ സിംഗിൾ സോഫ ആണെങ്കിൽ അടിയിൽ ഇറക്കി ഇവിടെ വെച്ചാൽ ആൾക്കാർ ഇരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ. പിന്നെ വേറെ SFX വർക്കോ എൻട്രിയോ ഇതൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. അവർക്ക് പക്ക പ്രോപ്പറായിട്ടുള്ള വെഡ്ഡിങ്, ഇസ്ലാമിക് വെഡ്ഡിങ്. ഇതെന്ന് വെച്ചാൽ ഇവരെ 10ാമത്തെ പ്രോഗ്രാം. അവരെ ഏത് പ്രോഗ്രാം വന്നാൽ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് നമ്മളത് ഏറ്റവും ബെസ്റ്റിൽ ചെയ്യുന്ന രീതിയിൽ. പിന്നെ ബാക്കി ലേഡീസിൻ്റെ ഏരിയ ലേഡീസ് നോക്കും, അത് മാത്രം. ബാക്കി നിങ്ങൾ ഐഡിയക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യാം. ഇവിടെ ചെയ്യാം. ബാക്കി മെയിൻ സ്റ്റേജ് ഞാൻ ആ ലൈറ്റും കൂടി വന്നാലല്ല ഭംഗിയാണ്. പിന്നെ ലൈവ് സ്ട്രീമിങ്ങും ചെയ്യാം. ഇതൊക്കെ അല്ലേ? പിന്നെ കൗണ്ടേഴ്സ് കാണണോ? ടോട്ടൽ നമുക്ക് അറ്റ് എ ടൈം ഒരു 450 430 450 ആ റേഞ്ചിൽ. 50 ചെയർ കൂടുതലുണ്ട്. മാക്സിമം കേരളത്തിൽ കേരള ഇത് 2 ജെൻസ്, ബാക്കി ജെൻസിന് ഇരിക്കാനുള്ള ബുഫേ. ഇത് അത് 400 പ്ലസ് കയറിയിട്ടുണ്ട്. 430 സ്പെയറിൽ ഒരു 20 വെച്ചിട്ടുണ്ട്. ഇത് ലേഡീസിൻ്റെ ലേഡീസിൻ്റെ 3 കൗണ്ടറും. ചിലതിൽ 50, ചിലതിൽ 55, ചിലത് അങ്ങനെ കൂട്ടിയിട്ടെ. നമുക്ക് ടോട്ടൽ എടാ മുത്ത ടോട്ടൽ ചെയർ എത്ര വന്നിട്ടുണ്ട്. ബാക്കി ഇവിടെ ഇതും അല്ല നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാവരും കയറാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളവർക്ക് ഇതിങ്ങനെ ഒരു കേവ് ആക്കാൻ കാരണം മഴ പെയ്ത പാട്ടിലടിക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കിയത്. ബാക്കി ഇവിടെ അവർക്കൊരു കൗണ്ടർ, ഓർക്കില്ല ഡെസേർട്ട്. ബാക്കിൻ്റെ ഇത് ക്യാൻറ്റീൻ. ബാക്കി എടാ അതിൻ്റെ ടോപ്പും കൂടി ഇട്ടെടുത്താള്. ആ ടോപ്പും കൂടി ഇട്ട് സെറ്റ് ചെയ്താള്. ഡെസേർട്ടിൽ നമുക്ക് ഐസ്ക്രീം മാത്രം ഇങ്ങോട്ട് വെക്കാനുള്ളത്. പിന്നെ ഓരോ വെൽക്കം ഡ്രിങ്ക് സെർവ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ അവർക്കുള്ള സ്റ്റേജ്. ബാക്കി ഞാൻ ഇപ്പോൾ തരാൻ പറയാം. ഇവിടെ ഉണ്ട്. നേരത്തെ ബോക്സിൽ ഉണ്ടാവല്ലോ, ഞാൻ ഇപ്പോൾ വരാൻ പറയാം. അത് ഫുള്ള് കഴിഞ്ഞു. അല്ല അത് മഴ പെയ്യണോണ്ട് അത് ഉള്ളോട്ട് വെച്ചാണ്. നേരത്തെ നല്ല മഴയാണ്, ഇങ്ങോട്ടാക്കി. കാരണം ഇത് മാറ്റിന് നോക്കിക്കോല്ലോ. എന്താണെന്ന് വെച്ചാൽ എന്താ അറിയോ, വെറുതെ ചെയ്തിട്ട് പിന്നെ കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. എടാ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് നിസ്കരിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടോ. ബാക്കിയുള്ള ആൾക്കാരവിടെ തമി 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 നിസ്കരിക്കാനില്ലതേ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പോർഷൻ അവിടെ ഉണ്ട്. ഏജ് ആൾക്കാർക്ക് അവിടെ കേട്ടോ. അതൊന്ന് കൺട്രോൾ ചെയ്യണേ. അവിടുത്തെ ലൈവ് സ്ട്രീമിംഗ് വെക്കാണ്ട് ഏറ്റവും ഫ്രണ്ടിൽ ബ്രൈഡിന് ഇരിക്കാനുള്ള ഒരു ചാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോരി ചെക്ക് ചെയ്തോ. എനിക്കത് കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. ലേഡീസ് ആണ് അവിടെ ഉണ്ട്. ആ മുമ്പിൽ നിൽക്കുമ്പോൾ നേരത്തെ സംസാരിച്ച ആൾ ഫുള്ളും ലേഡീസിൻ്റെ ഏരിയ ഫുൾ ഒരു ഡിപ്പാർട്ട്മെന്റ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ആൾക്ക് ഇങ്ങനെ ഒരു ക്യൂട്ടൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓവർ ചെയ്ത് കഴിഞ്ഞാൽ മറിച്ച് കഴിഞ്ഞാൽ LED ബോൾ പിന്നെ മറിയും. പിന്നെ അതുപോലെ നിസ്കരിക്കാൻ ഏജിൻ്റെ ആളുകൾ ഇവിടെ ആണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഡോർ തുറന്നെടുത്ത് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്ര ഏരിയ എന്ത് കിട്ടും മനസ്സിലായി. മറ്റേ ഇതിൽ കയറുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്തില്ല, കുറച്ചല്ലേ ഉള്ളൂ. എടാ നിങ്ങളെന്താ വെച്ചാൽ നീ ഇവിടെ ഒരാളാണ്. ക്ലീനിങ് പക്കായിട്ട് വേഗം നടക്കാൻ പറയണേ. അത് ഇവിടുന്ന് കാണുന്നിടത്ത് നല്ല ബാക്കെന്നോ കോർണറിനോ എവിടെന്നെങ്കിലും ഇട്ടോ കറക്റ്റ് ലെവലിൽ ഒരു ടാസ്ക്. ഇവിടെ ലാഗ് വരരുതേ. ഇന്നിപ്പം ജെൻസിൻ്റെ ഏരിയ കംപ്ലീറ്റ് ഇവിടും ലേഡീസ് സെപ്പറേഷൻ. അപ്പം ലേഡീസ് നമുക്ക് LED വോൾ കൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് നിക്കാഹ് ലൈവ് സ്ട്രീമിംഗ് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. സദസ്സിൽ മുൻനിരയിലേക്ക് കയറിയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവിടെ നിക്കാഹ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും, ഇപ്പം ഞാനും ഏകദേശം
നമുക്ക് ടോട്ടൽ ഒരു 120 നമ്മൾ സ്റ്റാഫ്സിനുണ്ട് ഇവിടെ. എല്ലാവരും കറക്റ്റ് വെയിറ്റ് ചെയ്യണം. ആ നിക്കാഹിന് വന്ന എൻ്റെ ഗസ്റ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, ഞങ്ങൾ സെർവ് വിത്ത് ലവ് ഫ്രം മോംസ്. അതിന് വേണ്ടി എല്ലാവരും കട്ടക്ക് വെയിറ്റ് ചെയ്യുക. ഫുൾ ആൾക്കാർ അതിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സാർ ഈ ലാസ്റ്റിലേക്ക് പോട്ടെ, ലാസ്റ്റിലേക്ക്. ബ്രോ എല്ലാവരോടും വേണമെന്ന് ചോദിക്കാം, ചോദിച്ചുകൊണ്ട് പോവാ. പോയിക്കോട്ടെ. അപ്പുറത്തെ ബുഫേ കൗണ്ടർ ഓപ്പണാ. സർ പ്രണവ് എന്നാ പേര്. പ്രണവ്. ഞങ്ങൾ ഓൾറെഡി മാറ്റി വെച്ചോടത്തെ ചില ഗസ്റ്റുകൾ ഒരിക്കൽ ഇരിക്കണം എന്ന് വാശി പിടിച്ചോണ്ട്. സാർ ഇരിക്കും. സാർ ഞങ്ങളിങ്ങോട്ട് സെർവ് ചെയ്തോളാം. സാർ അല്ല, ഞങ്ങളിങ്ങോട്ട് ചെയ്തോളാം എന്നാ പറഞ്ഞത്. ഓ സാർ അങ്ങോട്ട് ഇരിക്കാം. അവിടെ ആണെങ്കിൽ അവിടെ വെച്ച് ചേസ് കുറച്ച്. എല്ലാവർക്കും മാക്സിമം ഭയങ്കര സന്തോഷ രീതിയിൽ സെർവ് വിത്ത് ലവ് ഫ്രം മോംസ്, അതാണ് ഞങ്ങളെ പാറ്റേൺ. ആ രീതിയിലായിരിക്കും ഞങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഇവിടെ വരുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡ്, അവർക്ക് എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കാനൊരു ഓപ്ഷൻ, അത്ര ബെസ്റ്റ് സർവീസ് ആയിരിക്കും. അടുത്തൊരു വീഡിയോയിൽ ഇവരെല്ലാവരും വന്ന ക്ലയൻസ് ഫുഡിനെ കുറിച്ചിട്ട് ഉള്ള അഭിപ്രായം, സർവീസിനെ കുറിച്ചുള്ള അഭിപ്രായം, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കും. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ.